ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ മെസ്സേജും കാര്യങ്ങളും ഓരോ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്കത് ചെയ്യാനായിട്ട് വളരെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അറിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം. അപ്പോൾ ദുബായിൽ നേഴ്സായി വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രഷേഴ്സിനൊക്കെ വരുമ്പോൾ ദുബായിലേക്ക് ജോലി അന്വേഷിച്ച് വരുമ്പോൾ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അതിൻ്റെ ഒരു മോഡൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം, എങ്ങനെ CV വേണ്ടെന്നുള്ളത്. അതിൽ ഇൻക്ലൂഡ് ആവുന്ന മെയിൻ ഇത് എങ്ങനെയാന്നുള്ളത് ഞാൻ പറഞ്ഞിരിക്കാം. ഫസ്റ്റ് നമ്മൾ CV നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ മൊബൈൽ നമ്പർ മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ നമുക്കൊരു മെയിൽ ID വേണം, നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം, ഇത് ഫോട്ടോ അതെല്ലാം വെച്ചിട്ട് നമ്മുടെ ഇവിടെ പാസ്പോർട്ട് നമ്പർ എല്ലാം വെച്ചിട്ട് നമ്മുടെ ലൈസൻസ് നമ്പർ, പാസ്പോർട്ട് നമ്പർ, നമ്മൾ UAL നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം മസ്റ്റ് ആയിട്ട് എന്താ CV-യിൽ ഉൾപ്പെടുത്തിയിരിക്കണം. എസ്പെഷ്യലി മെയിൽ ID ആൻഡ് UAL നമ്പർ. എന്തായാലും അവർ UAL നമ്പറിലാണ് കോൺടാക്ട് ചെയ്യുക. അധികവും മെയിലിൽ ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവർക്കൊരു CV കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ഉടനെ തന്നെ നമ്പർ നോക്കി വിളിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് അവര് അത്രയും നല്ല CVയും കാര്യങ്ങളും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലൊക്കെ ഉള്ള ഒരു മെയിൽ അയക്കത്തുള്ളൂ. ഇതിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ അങ്ങനത്തെ ഇതിലൊക്കെ ആണെങ്കിൽ പോലും അവർ വിളിക്കുകയാണ് ആദ്യം ചെയ്യുക, എന്നിട്ടാണ് മെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യുക. വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷം ആളിവിടെ ഉണ്ടോ എന്തൊക്കെയാണെന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് അവർ എന്തിരിക്കുന്നത് മെയിൽ അയക്കുന്നതും കൺഫർമേഷൻ തരുന്നതൊക്കെ കേട്ടോ. അപ്പൊ എന്തായാലും UAL ഒരു നമ്പർ എന്തായാലും വേണം CV ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് മെയിൽ ID ഓൾറെഡി ഉണ്ടല്ലോ, മെയിൽ ID വേണം. പിന്നെ പാസ്പോർട്ട് നമ്പർ, പിന്നെ നമ്മുടെ ലൈസൻസ് നമ്പർ, DHA ആണോ MOH ആണോ അല്ലോ DOH ആണോ ഏതാ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ ലൈസൻസ് നമ്പറും, ലൈസൻസ് നമ്പർ അല്ല മീൻസ് DHA ഏതാ ഉള്ളത്, ലൈസൻസ് ഏതാ ഉള്ളത് എന്നുള്ളത് കാണിക്കും. ഇപ്പം ലൈസൻസ് ആക്കി എടുക്കാൻ പറ്റില്ലല്ലോ, അത് നമ്മളിപ്പോൾ വൺസ് എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് അവരല്ലേ നമുക്ക് ലൈസൻസ് ആക്കി തരാം. ഇപ്പം നിങ്ങൾ ഓൾറെഡി ലൈസൻസ് നിങ്ങൾക്ക് ആക്റ്റീവായി നിൽക്കുന്ന ആളാണ്, മീൻസ് ഓൾറെഡി വർക്ക് ചെയ്തിട്ട് നിൽക്കുന്നതാണെങ്കിൽ പഴയ ലൈസൻസ് നമ്പർ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. അങ്ങനെ അത് എന്തായാലും മസ്റ്റ് ആയിട്ട് CV-യിൽ വേണം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ പോലെ കൊടുത്തിട്ട്, അതായത് നമ്മളെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ട്, പിന്നെ നമ്മൾ നമ്മുടെ ഓരോ എക്സ്പീരിയൻസ്, അതായത് എവിടെയാണോ നിങ്ങൾക്ക് ആദ്യം ഉള്ളത് അത് ആദ്യം കൊടുക്കുക. പിന്നെ അടുത്തത് വേറെ എവിടെയുള്ളത് എന്നുള്ളത്. അതായത് ഇപ്പോൾ UAE നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ UAE എക്സ്പീരിയൻസ് ആദ്യം കാണിക്കുക. പിന്നെ എന്താക്കുക, അടുത്തത് വേറെ എവിടെയാണ്, പിന്നെ ഉള്ളത് എവിടെയാന്നുള്ളത് പിന്നെ എവിടെ, അങ്ങനെ 1 by. അപ്പൊ ആദ്യം നിങ്ങൾക്ക് UAE ഉള്ളതാണ് ആദ്യം കാണിക്കേണ്ടത്. ഇൻ കേസ് UAE ഇല്ല നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണോ ആദ്യം കൂടുതൽ ഉള്ളതെങ്കിൽ അത് ആദ്യം കാണിക്കാം. എന്നിട്ട് അതായത് കറന്റ് എവിടെയാണോ ഉള്ളത് അത് ആദ്യം വെച്ചിട്ട് ബാക്കിയെല്ലാം താഴത്തേക്ക് ആക്കിയിട്ട് ഇയർലി വൈസ് ആയിട്ട് അങ്ങനെ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ജോബ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് വൈസ് ആയിട്ട് ഇതാക്കും. ഇത്രയും ആദ്യം CV-ക്കകത്ത് അവർ ആദ്യം ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്. ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ ആദ്യം ചോദിക്കുന്നത് തന്നെയാണ്, അതാണ് ചോദിക്കുന്നത്. നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചോദിച്ചതിന് ശേഷം എവിടെ വർക്ക് ചെയ്തത്, നമ്മുടെ വർക്ക് ഏരിയനെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റിലേറ്റഡ് ക്വസ്റ്റ്യൻസും അല്ലാണ്ട് ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ CV-യിൽ നമ്മൾ ആദ്യം ഇപ്പോൾ കറന്റ് എവിടെ വർക്ക് ചെയ്യുന്നതും പിന്നെ ബാക്കി എവിടേക്കെന്നുള്ളതും, പിന്നെ നമുക്ക് ഏതൊക്കെ ഇതിൽ സ്പെഷ്യാലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം എന്തൊക്കെയാ CV-യിൽ മെൻഷൻ ചെയ്യണം. അല്ലാണ്ട് വാരിക്കോരി കുറെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത് കേട്ടോ. അപ്പൊ ഇതാണ്, അപ്പൊ അതിന്റെ ഒരു മോഡൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ നമ്മുടെ ഒരു CV നോക്കിയിട്ടാണ് അവർ നമ്മളെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു CV-യിൽ എന്താ പറയാ, നമ്മളെ അതായത് അതായത് അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എന്ത് വേണം, നമ്മുടെ ഒരു നല്ലതായിട്ടുള്ള ഒരു നമ്മുടെ എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും ഒക്കെ വെച്ചിട്ടൊരു അടിപൊളി പക്കായിട്ടുള്ള ഒരു CV വേണം ഉണ്ടാക്കാനായിട്ട്. അത് കണ്ടാൽ തന്നെ നമ്മളെ വിളിക്കണം. ചിലവരൊക്കെ CV-യിൽ അനാവശ്യമായിട്ട് കുറെ കാര്യങ്ങൾ വാരി വലിച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ മീൻസ് അത് അങ്ങനെ ഇടേണ്ട ഒരു ആവശ്യമില്ല. നമ്മളിപ്പോൾ കറന്റ് ഉള്ള കാര്യങ്ങൾ നമ്മളിത് സ്റ്റാറ്റസ് മാത്രം ഇട്ടിട്ട് ഒരു CV ഇതാക്കുക. അപ്പൊ അതിന്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് നോക്ക്. എന്നിട്ട് അതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ CV ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എല്ലായിടത്തും CV അയാൾ അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അത് പ്രോപ്പറായിട്ട് മര്യാദയ്ക്ക് ചെയ്തിട്ടില്ലെങ്കിൽ കുറെ അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. എനിക്ക് അങ്ങനെ കുറെ അവസരങ്ങൾ നഷ്ടപ്പെട്ട ഒരാളാണ്. പിന്നെ ഞാൻ ആ CV ഉണ്ടാക്കുന്ന പ്രൊഫഷണൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പോലെ CV ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ടായിരുന്നു എനിക്കൊക്കെ ജോബ് ഓഫറുകൾ കുറെ വന്നത് കേട്ടോ. അതിന് മുന്നേ ഞാൻ കുറെ അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ആരും തന്നെ വിളിക്കുന്നില്ല. അന്നേരം എനിക്ക് സങ്കടമായിരുന്നു, എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ എന്ന്. എന്താ വെച്ചാൽ ഞാൻ ഒരു മാസമായിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക, ആരും വിളിക്കുന്നില്ല.
പിന്നെ CV എല്ലാം പക്ക ഒരു പ്രൊഫഷണൽ വേയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ശേഷം ഞാൻ വീണ്ടും CV അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് കുറെ കോഴ്സും ഇതും കാര്യങ്ങളും എല്ലാം വരാൻ തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. അപ്പൊ CV ഒരു ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് എല്ലാവരും നേരെ മര്യാദയ്ക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉണ്ടാക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ CV യെ കുറിച്ച് ഇതാക്കാനുള്ളത്. ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ താങ്ക് യു. മെസ്സേജ് അയച്ച ആൾക്ക് 1000 നന്ദിയുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.